എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ? The greater the force, greater the acceleration. The greater the mass, the more force needed. അതായത് ഏതൊരു ഒബ്ജക്റ്റിനും നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ബലം കൊടുത്തു നമ്മൾ ഒരു ഒബ്ജക്റ്റ് നല്ല ബലം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആക്സലേഷൻ കൂടില്ലേ? അതായത് എന്താ ആക്സലേഷൻ? ആക്സലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈക്കിൽ പോകുന്ന സമയത്ത് 20 km/h പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സ്പീഡിനെ നമ്മൾ 40 km/h ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ആക്സലേഷൻ കൊടുക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ആക്സലേഷൻ കൊടുക്കുമ്പോൾ അത് 20 km/h എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? 40 km/h ആയിട്ട് മാറി. സോ അങ്ങനെ നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്താ പറയുക? ആക്സലറേഷൻ എന്ന് പറയാം. അതേപോലെ എത്രത്തോളം മാസ് കൂടുന്നോ, ഒരു സാധനത്തിന്റെ വെയിറ്റ് എത്ര കൂടുന്നോ അതിനനുസരിച്ചിട്ട് നമ്മൾ നല്ല ഫോഴ്സ് അപ്ലൈ ചെയ്യണ്ടേ? അതിനാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അതായത് അതിനൊരു ഫോർമുല ഉണ്ട്, ദാറ്റ് ഈസ് F = ma. ഇതിൽ F എന്താണ്? F എന്ന് പറയുന്നത് ഫോഴ്സ്, M എന്ന് പറയുന്നത് എന്താ? മാസ്, ആൻഡ് A എന്ന് പറയുന്നത് എന്താ? ആക്സലറേഷൻ. പറഞ്ഞു മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എംറ്റി ട്രോളി എടുത്ത് നീക്കാൻ നമുക്ക് നല്ല എളുപ്പമല്ലേ? കാലി ട്രോളി. പക്ഷെ അതുപോലെയാണ് ഫുൾ ലോഡായിട്ടുള്ള ട്രോളി. ഇത് നിറയെ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ആ ട്രോളി ഇട്ടു. എന്നിട്ടാണ് നമ്മൾ അതിനെ നീക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുക? നമുക്കത് നീക്കം എളുപ്പമായിരിക്കും. നമുക്ക് കുറച്ചുകൂടെ ഫോഴ്സ് ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്താലല്ലേ നമുക്ക് നീക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അങ്ങനെ അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ ഫസ്റ്റ് പറഞ്ഞത്? ഫോഴ്സ് കൂടുന്തോറും ആക്സലറേഷൻ, നമ്മൾ ബലം കൊടുക്കുന്തോറും ആക്സലറേഷൻ കൂടും. അപ്പോൾ മാസ് കൂടുന്തോറും നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടി വരും. So that is F = m. ഇതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ.